ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഇക്കാക്ക് ലീവാണ്, ഇക്കുണ്ട്. പിന്നെ നമ്മുടെ ബേബിക്ക് ചെറുതിന് മുത്തിന് കുത്തിവെപ്പ് എടുക്കേണ്ട ദിവസമാണ്. പിന്നെ മൂത്ത ആൾക്ക് വൈറ്റമിനും കൊടുക്കാനുണ്ട് കേട്ടോ, 2.5 വയസ്സില്ലേ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് മുറ്റടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇക്ക ഫോണിൻ്റെ മുകളിൽ മോൻ്റെ ചെരുപ്പെടുത്ത് കൊണ്ടുവച്ചതാണ് കേട്ടോ, മറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഞാനിതാ മുറ്റത്ത് കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം നല്ല പൊടിയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വെള്ളം തെളിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ അടിച്ച് വരുമ്പോൾ ഒക്കെ ഇങ്ങനെ പൊടി പാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് വേഗം തന്നെ മുറ്റമൊക്കെ അടിച്ച് വരികയാണ് കേട്ടോ. പിന്നെ തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം കാര്യങ്ങൾ കുറച്ച് 1-2 സ്ഥലത്ത് പോകാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പണികളൊക്കെ തീർക്കുകയാണ്. അപ്പം മുറ്റമൊക്കെ അടിച്ചിട്ട് ചപ്പക്കാടെ കൂട്ടിയ വെക്കത അതൊക്കെ ഒന്ന് തീയിട്ടിട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് അലക്കാനുള്ള ദിവസമാണ്, പണികളും ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ അലക്കാനുള്ള ദിവസമായതുകൊണ്ട് തന്നെ വേഗം ഒക്കെ അലക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയൊക്കെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അപ്പോഴേക്കും അതൊക്കെ അലക്കി സെറ്റായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഡ്രയറിലിട്ട് ഉണക്കാറില്ല കേട്ടോ, അപ്പോൾ കാരണം നല്ല വെയിലാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പിന്നെ നേരെ എടുത്തിട്ട് ഉണക്കുകയാണ് ചെയ്യാറ്. വെയിലുള്ള കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് അകത്ത് ബാത്റൂമിൽ തുണികൾ എടുക്കാൻ വേണ്ടി പോയത് കേട്ടോ. വന്നപ്പോഴേക്കും ഉക്കത് അതിൻ്റെ പിന്നാലെ കാറിൻ്റെ മുകളിലിടുന്ന കവറാണ് കേട്ടോ, അതെടുത്തിട്ട് അത് അലക്കണം പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞിട്ട് അലക്കാമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പരാൾക്ക് പറ്റില്ല, അപ്പം തന്നെ അലക്കണം പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അതിലിട്ടിട്ട് അത് തുണികളൊക്കെ എടുത്ത് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ടാണ് കേട്ടോ കാട്ടുന്നത്. സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് എടുത്തിട്ട് കൊടുക്കാനുണ്ടോ സോപ്പും പൊടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മോൻ ഉണർന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചി എങ്ങനെ കിടത്തിയിട്ട് പോയതാ? ഇതെങ്ങനെ കിടത്തിയതാണ്? ഇതെന്താണ് ഈ കാട്ടിയിട്ടിരിക്കുന്നത്? തലവണത് അവിടെ കിടക്കണു. ഇതെന്താണ് ഈ കാട്ടിയിട്ടിരിക്കുന്നത്? മൊത്തത്തിൽ അലമ്പാക്കിയിട്ടിരിക്കുകയാണല്ലോ. ഇതെന്താണിത്? ഇങ്ങനെയാണോ അമ്മച്ചി കിടത്തിയത്? ബെഡ്ഷീറ്റൊന്നും ഇല്ലല്ലോ. ബെഡ്ഷീറ്റൊക്കെ എവിടെ പോയി? ബാ മടപ്പൊന്നു വാ, ബാ ബാ ബാടാ. ഇങ്ങനെയാണ് ഇപ്പോൾ അവൻ്റെ അവസ്ഥ കേട്ടോ. ഞാനിങ്ങനെ ശരിക്കും പോലെ കിടത്തിയിട്ട് പോവും. അവൻ തിരിഞ്ഞ് രാത്രിയാണെങ്കിലും കേട്ടോ, തിരിഞ്ഞ് ചിലപ്പോൾ എന്നെ ഉണർന്നു കഴിഞ്ഞാൽ അവരെന്നെ അങ്ങനെ ചവിട്ടിയിട്ടാട്ടോ വിളിക്കുക പാൽ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരിഞ്ഞ് കിടന്നിട്ടുണ്ടാവും. അവന് ഒക്കെ ഇതാക്കി കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവന് പാലൊക്കെ കൊടുത്തൊന്ന് ഇതാക്കി കിടത്തണം. അതിൻ്റെ ഇടയ്ക്ക് വേണം പണികളും ബാക്കിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം, കാരണം ഉച്ചയ്ക്ക് ശേഷം അവന് കുത്തിവെപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവന് വയ്യ, അതായി കഴിഞ്ഞാൽ അവൻ എടുക്കണം, പനിക്കുമല്ലോ എന്തായാലും. അപ്പോൾ അവനെ അങ്ങനെ കിടത്താനുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പരമാവധി പണികളൊക്കെ രാവിലെ തന്നെ കഴിച്ച് വെക്കണം കേട്ടോ. ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ തന്നെ ഒക്കെ ചെയ്ത് വെച്ചോ, കാരണം ഇനി വൈകുന്നേരത്തെ നിൽക്കണ്ട. പിന്നെ ഉമ്മ താത്തൻ്റെ അവിടുന്ന് നോമ്പ് അവിടെ നിന്ന് തുറന്നോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നേരത്ത് വയ്ക്കാനൊന്നും നിൽക്കണ്ടെന്ന്. വേഗം തന്നെ അവന് പാലൊക്കെ കൊടുത്തിട്ട് ഇക്കാൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. പിന്നെ മോനുള്ള മുട്ട വേവിച്ചിട്ടുണ്ട് കേട്ടോ. മൂത്ത ആൾക്ക് അവന് കാടമുട്ട കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വേവിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്നുമില്ല, പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം അപ്പോൾ എൻ്റെ ഫോൺ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇക്കാക്കും വേണം, മോനിക്കും വേണം, 2 ആൾക്കും, എനിക്കും 3 ആൾക്കും കൂടി ഫോണുള്ളൂ കേട്ടോ. ഇക്കാൻ്റെ ഫോൺ ഡിസ്പ്ലേ പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോകണം, കിട്ടുകയാണെങ്കിൽ എടുക്കണം. അപ്പോൾ ഞാൻ കറിയും കൂടെ വെച്ചേക്കുന്നുണ്ട് കേട്ടോ. സാമ്പാറാണ് വെക്കുന്നത്, സാമ്പാറും പിന്നെ ചോറും വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ അവിടുന്ന് ഉമ്മാൻ്റെ ഉമ്മയൊക്കെ അവിടുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഇപ്പം തന്നെ ഒക്കെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ മുട്ട വെള്ളത്തിലിട്ടിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇക്കാൻ്റെ അടുത്ത് മോനെ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ ഒന്ന് വന്നതാണ് കേട്ടോ. അപ്പോഴേക്കും അവർ 2 ആളും ഉറങ്ങിയിരിക്കുന്നു കേട്ടോ. മോൻ ഉറങ്ങിയപ്പോൾ പിന്നെ ഇക്ക അവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ വിളിക്കാൻ നിന്നില്ല, കാരണം കുറച്ചും കൂടെ പണി എനിക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിയുന്നവരെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. മോനാണെങ്കിൽ മൂത്താളാണെങ്കിൽ ഫോണിൽ കാർട്ടൂണും കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ആളുടെ അലക്കാനുള്ളത് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി അലക്കണം. പാത്രം എടുത്തിട്ട് പറ, എന്താണ് ആനമുട്ട? ഏത് ആനമുട്ട? ഇതോ കാടമുട്ടടാ, പറ കാടമുട്ട. എന്നാ കഴിക്ക്, ഫുള്ള് കഴിക്കണേ,
ഫുള്ള് കഴിക്കണം കേട്ടോ. വേറേത് കൈ കൊണ്ട് കഴിക്ക്. ഏത് കൈ കൊണ്ട് അമ്മ കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ആ ഏത് നല്ല കൈ? ഏത് അപ്പിക്കൈ? ആ അതിട്ട് കഴിക്കാൻ പാടുണ്ടോ? നല്ല കൈ കൊണ്ടല്ലേ കഴിക്കുക. അതാണ് അപ്പിക്കൈ. ആ അത് അപ്പിക്കൈ. ആ അത് നല്ല കൈ. കഴിക്കട്ടാ. ഗുഡ് ബോയ്. ഓക്കേ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ അലക്കിയതൊക്കെ ഉണക്കി ഇട്ടിടലും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൻ അങ്ങനെ ഇരുന്ന് കാണുകയാണെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇതാക്കിയില്ല. എന്നുണ്ടെങ്കിൽ മത്സരത്തിനെ പോയിട്ട് എന്തെങ്കിലും കാട്ടുക, അല്ലെങ്കിൽ മുറ്റത്തുകൂടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ അലമ്പ് കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നൊക്കെ ഇടിപിടിയെന്നായിരുന്നു കേട്ടോ. പെട്ടെന്ന് ടീച്ചർ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബാലവാടിയിൽ നിന്ന് കുത്തിവെപ്പ് എടുക്കാൻ ചെല്ലാൻ വേണ്ട. വേഗം തന്നെ വേഗം തീർത്തിട്ട് വേഗം പോയി കുത്തിവെപ്പൊക്കെ എടുത്ത് വന്ന് കിടക്കുകയാണ് കേട്ടോ ആൾ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും വന്ന പാടിനെ മരുന്നൊക്കെ കൊടുത്ത് മറ്റാൾക്ക് വൈറ്റമിനും കൊടുത്ത് പിന്നെ കുത്തിവെപ്പ് കൊടുത്തിട്ട് അങ്ങനെ ഇതാക്കി കിടക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരു ഉച്ച ഇക്ക പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഫോൺ നോക്കണം. പിന്നെ വണ്ടിക്ക് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കുകയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചെറുതിനെ എടുത്തിട്ടുണ്ട്. മൂത്താൾ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ താത്താൻ്റെ അവിടെ ആക്കിയിട്ടുണ്ട്. അളിയനും ഉണ്ട്, ഇന്ന് അവിടെ വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ അവിടെ ആക്കിയിരിക്കുകയാണ് കേട്ടോ. അവനെ പിന്നെ ആക്കിയിട്ടില്ല, കാരണം കുത്തിവെപ്പ് എടുത്ത കാരണം അവൻ എപ്പോഴും ഇങ്ങനെ പാലൊക്കെ കുടിക്കേണ്ടി വരുമല്ലോ. പിന്നെ പട്ടാമ്പിയൊക്കെ പോയി ഞങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചതാ വരികയാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങണം. അപ്പോൾ ഞങ്ങൾ പട്ടാമ്പിയൊക്കെ പോയി കഴിഞ്ഞാൽ അധികം ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഫ്രൂട്ട്സ് വാങ്ങാറ്. ഇവിടെ ആകുമ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ ഇതിലൊക്കെ വാങ്ങും. പട്ടാമ്പി പോകുമ്പോൾ ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങുക. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് നിന്ന് ചിക്കനും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക അതൊക്കെ കഴുകി തരാണ് കേട്ടോ. മോനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എന്തായാലും വൈകുന്നേരത്ത് അത് വറുക്കാമെന്ന് വിചാരിച്ചിട്ടോ. താത്ത നെയ്ച്ചോറാണ് വയ്ക്കുന്നത് പറഞ്ഞു. അപ്പോൾ നെയ്ച്ചോറ് കൊടുത്തു വിടാൻ പറഞ്ഞു. അപ്പോൾ ഇത് എന്തായാലും കുറേ ദിവസമായിട്ട് അങ്ങനെ പൊരിച്ചിട്ട്, അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇക്ക അതൊക്കെ കഴുകി വൃത്തിയാക്കി ഇതാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇക്ക വന്നിട്ട് ഞങ്ങൾ പിന്നെ കാറിന് കുറച്ച് വർക്കൊക്കെ ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഫോണൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഫോണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുക്കാൻ പോയി അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, വെള്ളിയാഴ്ച കിട്ടിയില്ല. ഇന്ന് ഞായറാഴ്ചയാണ് ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അന്നേക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക അതൊന്ന് നോമ്പ് തുറക്കുള്ളത് ചക്കരമത്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഫേവറേറ്റാണ് കേട്ടോ എല്ലാവർക്കും. ഇപ്പോൾ ഈ സമയത്ത് കുടിക്കാൻ ഇഷ്ടം പോലെ കുടിക്കും കേട്ടോ. ഞാൻ എത്രയും കുടിക്കാമെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ കുടിക്കും കേട്ടോ. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തണുപ്പിച്ചിട്ട് കുടിക്കും കേട്ടോ. അപ്പോൾ അത് ആ ചിക്കന് വറുക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കഷ്ണം എടുത്തിട്ടോ, ബാക്കി ഞാൻ മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് അത് വറുക്കാൻ വേണ്ടി ഇതാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കളിപ്പിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ വല്യമ്മ മരണപ്പെട്ട വാർത്തയൊക്കെ അറിഞ്ഞു. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മോനും ഉമ്മയും കൂടിയിട്ട് ഇങ്ങനെ ഓരോന്നും വർത്തമാനം പറയാൻ കേട്ടോ. അവന് നല്ല വേദനയുണ്ട്. അപ്പോൾ അവന് അധികം നേരം ഒന്നും അങ്ങനെ ഇരിക്കില്ല. പിന്നെ അധികം നേരം തോളിലാണ് കേട്ടോ കിടക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.